നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് കൃഷ്ണപുരം കൊട്ടാരത്തിലേക്ക് നമുക്കൊന്ന് യാത്ര പോയാലോ. ദേശീയപാതയിൽ കായംകുളം ഓച്ചിറ റൂട്ടിൽ കൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ സമീപത്താണ് ഈ കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. മുൻപിലായി ഒരു ചെറിയൊരു പടിപ്പുരവാതിലുണ്ട്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചാൽ നമുക്ക് വിശാലമായ ഒരു ഉദ്യാനമാണ് നമ്മളെ വരവേൽക്കുന്നത്. ധാരാളം പൂക്കളും പുൽത്തകടികളും പുല്ലുപാകിയ നടപ്പാതകളും എല്ലാം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊട്ടാരത്തിന്റെ അകത്തേക്ക് ചെന്നാൽ തേക്കിലും ആഞ്ഞിലിലും തീർത്ത വലിയ വാതിലുകൾ, കുത്തനെയുള്ള കോണിപ്പടികൾ, കിളിവാതിലുകൾ, വീതി കുറഞ്ഞുള്ള ഇടനാഴികൾ, 22 മുറികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ കൃഷ്ണപുരം കൊട്ടാരം. പറയാതിരിക്കാൻ വയ്യ, പ്രൗഢഗംഭീരമായ ഒരു നിർമ്മിതി തന്നെയാണിത്. കായംകുളത്തെ പറ്റി പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് ചരിത്ര സംഭവങ്ങളുടെ സാക്ഷിയാണ് ഈ പ്രദേശം. തനതായ കേരള വാസ്തുശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന 4 നടുമുറ്റങ്ങളോടുകൂടിയ ഒരു 16 കെട്ടാണിത്. കേരള പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഈ ചരിത്ര സ്മാരകം. ചരിത്ര ഗവേഷകർക്കും ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്കും വളരെയധികം പ്രയോജനപ്രദമാകും ഈ ശാസ്ത്രീയമായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുരാവസ്തു മ്യൂസിയം കൂടിയാണിത്. ലോകത്തിന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചുവർ ചിത്രങ്ങളും ഈ കൊട്ടാരത്തിലാണുള്ളത്. പഴയകാല ആയുധങ്ങളും അളവ് പാത്രങ്ങളും നാണയങ്ങളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങളും സംസ്കൃതത്തിലുള്ള ബൈബിളുകളും മഹാശിലായുഗ സംസ്കാരത്തിന്റെ ഭാഗമായ നിർമ്മിതികളുടെ മിനിയേച്ചറുകളും അങ്ങനെ ധാരാളം കാഴ്ചകളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഒരു കാലത്ത് കായംകുളം രാജാവിന്റെ ആസ്ഥാനമായിരുന്നു ഈ കൊട്ടാരം എന്നാണ് പറയപ്പെടുന്നത്. 18ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കായംകുളം പിടിച്ചെടുത്ത മാർത്താണ്ഡവർമ്മയും തുടർന്ന് വന്ന തിരുവിതാംകൂർ രാജാക്കന്മാരുമാണ് ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിച്ചത്. പിന്നീട് കുറെ കാലം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു ഇടത്താവളമായിരുന്നു ഈ കൊട്ടാരം. കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുര കൊട്ടാരത്തിന്റെ അതേ മാതൃകയിലാണ് ഈ കൃഷ്ണപുരം കൊട്ടാരവും നിർമ്മിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിന്റെ പുറകുവശത്തായിട്ടാണ് ഈ കുളം. അങ്ങനെ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.